ഹാൻസിലേക്കുള്ള അഡ്മിഷനൊക്കെ എൻട്രൻസ് എക്സാം, അതിൻ്റെ സിലബസ് എന്താണ്, പാറ്റേൺ, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് എക്സാം? കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ ഒരു 6 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കോമ്പറ്റീഷൻ ആയിരിക്കും. ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അത് അത്ര കോമൺ ഒരു കോഴ്സ് അല്ലല്ലോ. ന്യൂറോ ഫിസിയോളജി, അതുപോലെ റേഡിയോളജി, അതുപോലെ അനസ്തേഷ്യ, നഴ്സിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഹായ് മിഷാൽ, വെൽക്കം ടു പ്ലാൻലെസ്. സോ മിഷാൽ, നിംഹാൻസിൽ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ നിമാൻസിലെ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റയറായിട്ട് നിമാൻസിൽ മാത്രം കണ്ടുവരുന്ന കോഴ്സാണ് ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി. അതാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. സോ പൊതുവേ അത്ര ഫെമിലിയർ അല്ലാത്തൊരു കോഴ്സാണുള്ളത്. അപ്പം നിംഹാൻസിൽ ഈ കോഴ്സിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കിയതും അറിഞ്ഞതും ഒക്കെ? ഞാൻ എൻ്റെ എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലായിലായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് നമ്മൾ എൻട്രൻസിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊന്നുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് നിംഹാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ന്യൂറോ ഫിസിയോളജി എന്ന് പറഞ്ഞ കോഴ്സ് അവിടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പം അതിലും വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ, ഒരു 6 സീറ്റാണ് അവർ ഓഫർ ചെയ്യുന്നത്. അവർക്ക് തന്നെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ സാലറി എല്ലാം, അതെല്ലാം ഞാൻ അറിഞ്ഞപ്പം ഒന്നുകൂടി ഞാൻ ആ ഒരു നിംഹാൻസിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു. എങ്ങനെയാണ് ഈ നിംഹാൻസിലേക്കുള്ള അഡ്മിഷനൊക്കെ എൻട്രൻസ് എക്സാം, അതിൻ്റെ സിലബസ് എന്താണ്, പാറ്റേൺ, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് എക്സാം ഒക്കെ? എക്സാം നിംഹാൻസിൻ്റെത് നമ്മൾ ഇയർലി 1 എൻട്രൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ സബ്ജക്റ്റ് നമ്മൾ സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പക്ഷേ എക്സ്ട്രാ നമുക്ക് ഇംഗ്ലീഷും കുറച്ച് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു എൻട്രൻസിൻ്റെ ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റുകൾ വളരെ കുറവാണ്. അപ്പം അവിടെ ന്യൂറോ ഫിസിയോളജി, അതുപോലെ റേഡിയോളജി, അതുപോലെ അനസ്തേഷ്യ, നഴ്സിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ 100 മാർക്കിന്. അപ്പം അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 നെഗറ്റീവ് മാർക്കിംഗ് ആണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ ന്യൂറോയിൽ 6 സീറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ ഒരു 6 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കോമ്പറ്റീഷൻ ആയിരിക്കും. ഹൈ സ്കോറിംഗ് ആണ് വേണ്ടത്. ഇതിൽ ഒരു 70+, 80+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഉണ്ടാവും എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ വന്ന് എഴുതുന്ന ഒരു എക്സാമാണ്. ഈ കോഴ്സിൻ്റെ ഫീസ്, അതേപോലെ കോഴ്സ് ഡ്യൂറേഷൻ, ഇതൊക്കെ എല്ലാവർക്കും അഫോർഡബിൾ ആണോ? അതോ ഈ എക്സാം മാത്രമാണോ? ഇനി ഇത് കഴിഞ്ഞാൽ വേറെ പ്രോസസ്സുകളുണ്ടോ? ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് ഇതിൻ്റെ അഡ്മിഷനിലുണ്ടോ? ഫീ ആക്ച്വലി പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. നമ്മളെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഫീ പൊതുവേ കുറവാണല്ലോ. അപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതി വരുന്ന നമുക്ക് വളരെ മറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ വെച്ച് നോക്കുമ്പം എയിംസ് പോലെ തന്നെ നമ്മൾ NIRF റാങ്കിങ് 4 നിംഹാൻസിൻ്റെത്. അപ്പം വളരെ കുറവാണ്. നമ്മളെ ഹോസ്റ്റൽ എല്ലാം 1 ഇയറിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഫീ ആണ് അവിടെ. പിന്നെ ഇവിടുത്തെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 ഇയർ കോഴ്സ് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ക്യാമ്പസ് ലൈഫ് കാര്യങ്ങളൊക്കെ കുറച്ച് ടഫാണ്. നമ്മൾ മെഡിക്കൽ ഫീൽഡാണല്ലോ. എന്നിരുന്നാലും നമുക്ക് ഒരു പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എക്സ്പീരിയൻസ്, നമ്മൾ പേഷ്യൻ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങൾ, ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ, നമ്മൾ ഫുള്ളൊരു കോളേജ് ലൈഫ് എന്നുള്ള നിലക്ക് നിംഹാൻസിലോട്ട് ആരും വരരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും നമ്മളൊരു ജീവിതത്തിൽ ക്ലിനിക്കൽ എക്സ്പോഷറും കൂടുതലാണ് അവിടെ. അതേപോലെ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഒരു പുതിയ കൾച്ചറുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഹോസ്റ്റല് നിംഹാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ റൂമാണ് നമുക്ക്. അപ്പം അതിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ ഒരു സിംഗിൾ റൂം ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളെ സ്റ്റഡീസ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വർക്കുകളെല്ലാം ചെയ്യണമെങ്കിലെല്ലാം നമുക്ക് നിംഹാൻസിൽ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. നിംഹാൻസിൻ്റെ ഒരാൾക്കൊരു റൂം എന്നുള്ള നിലക്കാണ് നിംഹാൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അത് അത്ര കോമൺ ഒരു കോഴ്സ് അല്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സ്കോപ്പ്, അതൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണ്? നമ്മൾ നിംഹാൻസിൽ മാത്രമേ ഉള്ളൂ ഈ കോഴ്സ് ഓൾ ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞു 6 കുട്ടികൾ. അപ്പം ഓരോ ഇയറിലും ഈ 6 കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ഈ ന്യൂറോ സയൻസ് എല്ലാം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇത് ന്യൂറോ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നിംഹാൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ നമ്മൾ കൂടുതലായിട്ട് EEG, അതുപോലെ NCS, നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും പ്രാക്ടിക്കലായിട്ടാണ്. അപ്പോൾ നമ്മളൊരു ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ പഠിച്ചിറങ്ങിയ ഭൂരിഭാഗം ആൾക്കാരും
UK വർക്ക് ചെയ്യാണ് ഈ ഫിസിയോളജിസ്റ്റായിട്ട്. ഹൈ സാലറിയാണ് അവർക്ക് അവിടെയൊക്കെ ഓഫർ ചെയ്യുന്നത്. ബിക്കോസ് പിന്നെ നിംഹാൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല, ഇത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സാലറി, നമുക്ക് അതിൻ്റെ ഒരു ടാഗും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പിന്നീടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ MSc എടുക്കാം, MSc എടുത്ത് പോവാം. അതുപോലെ ന്യൂറോ ഫിസിയോളജി MSc ഉണ്ട്, അതുപോലെ ന്യൂറോ സയൻസിൽ MSc ഉണ്ട്, അതും നിമാൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ PhD. ഇതൊരു ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റഡി അങ്ങനെ ഒരു പാത്തിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓപ്റ്റ് ചെയ്യാം. അപ്പം ഇതിൽ ജോബ് ഓപ്റ്റ് ചെയ്തോലും ഉണ്ട്, കരിയറായിട്ട് PhD ഹയർ സ്റ്റഡീസ് MSc ചെയ്യുകയാണെങ്കിൽ പിന്നെ PhD ചെയ്യണം, ഡോക്ടറേറ്റ് ആയിട്ട്. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു ലോകമാണ്, നിമാൻസ് ഒരു ലോകമാണ്, റിസർച്ചിൻ്റെ ലോകമാണ്. നമ്മളെ സ്ലീപ്പ് എന്ന് പറഞ്ഞത് ഉറക്കത്തിനെ പറ്റിയാണ്. ഉറക്കമാണ് നമ്മളുടെ മെയിൻ. ഉറക്കത്തിൽ നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ്, നമ്മളെ ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ്, സ്ലീപ്പ് സ്റ്റഡി ഒക്കെ നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സ്ലീപ്പ് സ്റ്റഡി നമ്മൾ നോക്കുന്നുണ്ട്. സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ തന്നെ ചെയ്തു തുടങ്ങും സ്ലീപ്പ് സ്റ്റഡീസ് എല്ലാം. അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ അനാട്ടമി, ഫിസിയോളജി, പിന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതാണ് ഈ ഫിസിയോളജി. നമ്മളെ നിമാൻസിൽ മാത്രമാണ് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കൂടി നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പം ഇതിൻ്റെ ഈ കറണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, പേഷ്യൻസിന് കറണ്ട് ഡെലിവറി ചെയ്യണം. അതുപോലെ നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സംഭവം എല്ലാം ഉണ്ട്, നമ്മളെ ബ്രെയിന് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള. ഇതിലെല്ലാം നമ്മൾ കറണ്ട് എത്ര ആംപിയർ കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഫിസിക്സിൻ്റെ ഒരു ആസ്പെക്ട്സിൽ നമുക്ക് അറിയണം. അത് ഒരുപാട് ന്യൂറോ സർജന്മാർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ അറിയാത്ത ഈ സർജന്മാരെ അസിസ്റ്റ് ചെയ്യണം അവർ നമ്മളോട് ചോദിക്കും. നമ്മളെ സ്റ്റാഫുകളോടായാലും അവർ നമ്മൾ വിളിക്കും, ഡോക്ടേഴ്സ് വിളിച്ചിട്ട് ഇത് പറഞ്ഞു തരുമോ, അങ്ങനെ ഒരുപാട് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മൾ ലെക്ചറായിട്ട് പറഞ്ഞു കൊടുക്കും വേണം. ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. നല്ല രീതിയിലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അത് നിമാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അരീക്കോട് സുല്ലം ഇസ്ലാമിൽ എൻ്റെ ബ്രദറിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് പഠിക്കുമ്പം ആർട്സ്, സ്പോർട്സ്, അക്കാഡമിക്സ് അങ്ങനെ എല്ലാ ഏരിയാസിലും ഒരു സ്റ്റാർ ആയിരുന്നു മിഷാൽ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ +2 ശേഷം ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഏരിയാസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം കൺഫ്യൂസിങ് ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നിംഹാൻസിൽ ഇങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവാണോ ആൾ? ആക്ച്വലി ആക്റ്റീവാണ് നിലവിൽ നിമാൻസിൽ. പിന്നെ +2 കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു വലിയൊരു ഡിഫിക്കൽട്ടായിരുന്നു, ഏതെടുക്കണം എങ്ങനെയാണ് എന്നറിയില്ല. അപ്പം പിന്നെ നമ്മളൊരു എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ സ്റ്റേബിൾ ആവുക എന്നുള്ളതാണല്ലോ. അപ്പം ആർട്സിലും സ്പോർട്സിലെല്ലാം ഉണ്ട്. പക്ഷേ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇന്ത്യയിൽ ഈ സ്പോർട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ലൈഫിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പഠനം ഉണ്ടായിരുന്നു, പഠനം അത്യാവശ്യമുണ്ട്. അപ്പോൾ പഠനത്തിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല എനിക്ക് +2 കഴിഞ്ഞാൽ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഡ്രീം എന്ന് പറഞ്ഞൊരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എൻ്റെ ഒരു പഠിക്കണം എന്നുള്ളത്. അപ്പം ഇതിൽ ഞാൻ എയിംസ് അല്ലെങ്കിൽ IIT ആവട്ടെ, NIT ആവട്ടെ, അപ്പോൾ നിംഹാൻസ് ആവട്ടെ, അപ്പം ഇങ്ങനത്തെ അതായിരുന്നു ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി നമ്മൾ ഓരോ വെബ്സൈറ്റ് എല്ലാം എടുത്ത് നോക്കുമായിരുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെ നല്ലൊരു കരിയർ ഹണ്ട് നന്നായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരിലൂടെ എല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ, നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ള. അപ്പോൾ നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആർട്സിലായാലും സ്പോർട്സിലായാലും പഠിത്തത്തിലായാലും നമ്മൾ അത്യാവശ്യം തിളങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് അതിന് സ്ട്രെസ്സും ഉണ്ടാവും. കാരണം ഒരുപാട് പീപ്പിൾ നമ്മളെ പറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് വലിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇന്ന ഒരു കരിയർ ഹണ്ടിങ്. അപ്പം അതിൽ നിന്ന് നിംഹാൻസ് എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വന്നത്? നിംഹാൻസിൽ ഡിസിഷൻ ഉണ്ടായത് എങ്ങനെയാണ്? നിംഹാൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ നിംഹാൻസിനെ പറ്റി ഞാൻ പറഞ്ഞു ബ്രില്യൻറ്റ് മുഖേന അറിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ അവിടെ കോളേജ് ലൈഫ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പ്രൊഫഷണലി അത് ഏറ്റവും എൻ്റെ ലൈഫിന് ബെസ്റ്റാണ് എന്നുള്ളത് അലോങ് വിത്ത് ഞാൻ പഠിപ്പിക്കുന്നതോടെയുണ്ട്. അപ്പം ഞങ്ങളിപ്പം നിംഹാൻസിൽ തുടങ്ങിയിട്ടുണ്ട് നിംഹാൻസിൻ്റെ എൻട്രൻസിൻ്റെ കുട്ടികൾക്ക് പഠിപ്പിക്കാനും പിന്നെ +2 കുട്ടികൾ മെൻറ്റോറ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഇപ്പം നിംഹാൻസ് ടീച്ചിങ് പ്ലാറ്റ്ഫോം, അതെ ഞങ്ങൾ നിംഹാൻസ് എന്നുള്ള സ്റ്റുഡൻസ് തുടങ്ങിയ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇതിനും ഒക്കെ സമയം ലൈക്ക് നിംഹാൻസിൽ വർക്കിംഗ് ഹവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ ഹവർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 8 മണി മുതൽ 2 മണി വരെ ഞങ്ങൾ ന്യൂറോ ഫിസിയോളജിക്ക്, അല്ലെങ്കിൽ 2 മുതൽ രാത്രി 8 വരെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ബാക്കി സമയങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ
നിമാൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് സ്വയം നമ്മുടെ പാഷനൊക്കെ എന്താണെന്നുള്ളത് അതെ, നമ്മൾ അത് വളർത്തിയെടുക്കാനും ഏറ്റവും ബെസ്റ്റ് നിമാൻസ് ആണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. നിമാൻസിൽ എല്ലാ കോഴ്സും അല്ല, ന്യൂറോ ഫിസിയോളജിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. മാത്രമല്ല ന്യൂറോ ഫിസിയോളജി ലൈക്ക് സംതിങ് നിമാൻസിലെ ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ന്യൂറോൻ്റെ ഹോസ്പിറ്റലാണ് നിമാൻസ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഒരു റീസൺ. മാത്രമല്ല അഡ്മിഷൻ എടുത്താലും ഞാനും ഹാപ്പിയാണ്, എനിക്ക് സമയമുണ്ട്. അപ്പം മെൻറ്റോർ ലേണിംഗ് ഒരുപാട് വളർത്താൻ, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിമാൻസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷന് ഒരുപാട് കുട്ടികളിപ്പം നമ്മൾ ഇതിൽ കോച്ചിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ നേരായ രീതിയിൽ നമ്മൾ എൻട്രൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ അത് ക്രാക്ക് ചെയ്ത ആൾക്കാരാണല്ലോ. അപ്പം അങ്ങനെയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് വെഞ്ചർ. ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഹൗ വാസ് യുവർ ജേർണി? എവിടെയാണ് കോച്ചിങ് ചെയ്തിരുന്നത്? അതേപോലെ എത്ര തവണ എക്സാം ഒക്കെ അറ്റംപ്റ്റ് ചെയ്തു? ഞാൻ +2 കഴിഞ്ഞ ശേഷം ബ്രില്യൻറ്റിൻ്റെ കോഴിക്കോട് സെൻറ്ററിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ 2 വർഷം ഞാൻ പ്രിപ്പയർ ചെയ്തു. അത്യാവശ്യം ഡെപ്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫ്ലൈനും പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ ഓൺലൈനായിട്ടും ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആയിരുന്നല്ലോ. ഓഫ്ലൈനത്തെ രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എക്സാമിന് മാത്രം പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലെല്ലാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരാൾക്കേ ഈ ഒരു എൻട്രൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. നമ്മളൊരു എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 2 വർഷം നമ്മളൊരു കോഴ്സൊന്നും ചെയ്യല്ല. അപ്പോൾ നമ്മളതിനനുസരിച്ച് മറ്റുള്ളവർ പ്രിപ്പയർഡ് എല്ലാ കാര്യങ്ങൾക്കും പ്രിപ്പയർഡ് ആണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം എല്ലാം. അതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ലൈക്ക് ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത്. കാരണം എല്ലാവരും ചോദ്യങ്ങളാണല്ലോ, എന്തുകൊണ്ട് ചേരുന്നില്ല, എന്താണ് പ്ലാൻ, എന്താ എങ്ങനെ പഠിച്ച് റിപ്പീറ്റ് ചെയ്താൽ മതിയോ, റിപ്പീറ്റ് ചെയ്താൽ മതിയോ. ഇതിനൊക്കെ ഇപ്പം എന്നോട് ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഇപ്പം ചോദിക്കുകയാണെങ്കിലും നിമാൻസ് എനിക്ക് പറയാനുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ എല്ലാം കൊണ്ടും ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ഒരുപാട് ചേഞ്ചുകളിലോട്ട് വരുത്തിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഈ നിമാൻസ് നിന്ന് കിട്ടിയത് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ വെഞ്ചർ ആയാലും എല്ലാം ആയാലും ഇപ്പോൾ ലൈഫായാലും നിമാൻസിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറ്റും. പാട്ട് അവരുടെ ഉത്സവങ്ങൾ എല്ലാം ഉണ്ട്, ഫെസ്റ്റ് എല്ലാം ഉണ്ട്, സ്പോർട്സ് എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഫുട്ബോളായാലും എല്ലാം അവിടെ ടീം കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അതൊരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ കോളേജ് ലൈഫില്ല, നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇങ്ങനെ പോവാം. വേറെ ഇപ്പം ഏതായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒരിക്കലും നമ്മൾ ഈ പഠിക്കുകയാണെങ്കിൽ എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല. കോളേജ് ലൈഫ് കഴിഞ്ഞാൽ പക്ഷേ ആവണമല്ലോ. പല ആൾക്കാരും എൻ്റെ അഭിപ്രായത്തിനെതിരായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായമാണ് കോളേജ് ലൈഫ് എനിക്ക് എൻ്റെ ഒരു കരിയർ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പണ്ടേ. അതിനാണ് ഞാൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനുള്ളതായിരുന്നു ആദ്യം ഒരു എയിം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ നീറ്റ് ജെഇ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡ് എന്നതിലപ്പുറം ഒരു ലൂപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, പാഷൻ എന്താണ്, ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക പോലും ചെയ്യാതെ ഈ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് ഇങ്ങനെ ഒരു ലൂപ്പിൽ കുട്ടികൾ പെട്ടുപോവാണ്. സോ വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദിസ്? അതായത് എപ്പോഴെങ്കിലും ഈ ലൂപ്പിൽ ട്രാപ്പായിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും നമ്മൾ സയൻസ് ഡെപ്തായിട്ട് പഠിക്കുകയാണല്ലോ, അത് നല്ലതാണ്. പക്ഷേ അതൊരു നീറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യൽ അതൊരു അബദ്ധമായിരിക്കും. ബിക്കോസ് ഇതിൻ്റെ ഒരു നീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ MBBS അതുപോലെ JEE നമ്മൾ എൻജിനീയറിങ് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കൂടി കുട്ടികൾ അറിയണം. പണ്ടത്തെ പോലെയുള്ള കാലം മാറി. അപ്പം ഇത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിന് ഇനി PG ചെയ്യണോ, ചെയ്ത് കഴിഞ്ഞാലേ സാധ്യതയുള്ളൂ എന്നുള്ളതെല്ലാം നോക്കണം. ഇനി BTech ആണെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ നമുക്ക് ഉറപ്പൊന്നുമില്ല. എല്ലാ കോളേജസിലും പ്ലേസ്മെൻറ്റ് കിട്ടിക്കോണമെന്നൊന്നുമില്ല. അപ്പം ഇതിനെ റിപ്പീറ്റ് ചെയ്യണോണ്ടും നമ്മൾ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യണം ഞാൻ ഇതിലല്ല. അത് നല്ലതാണ്. നമ്മൾ എൻട്രൻസ് എന്തായാലും എഴുതണം. അത് നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിൽ ഡെപ്തായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ അതൊരു നീറ്റ് JEE മാത്രം ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. കാരണം അത്രയും കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. പക്ഷേ നമ്മൾ സമൂഹം ഉണ്ടാക്കി വെച്ചൊരു ധാരണയാണത്. നമ്മൾ നീറ്റ് തന്നെ എഴുതണം അല്ലെങ്കിൽ JEE തന്നെ ക്രാക്ക് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. ഒരുപാട്
നല്ല നല്ല എൻട്രൻസുകൾ വേറെ ഉണ്ട്. 15, 20 അത്രയും എൻട്രൻസുകൾ ഉണ്ട് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ. അതിന് പ്രിപ്പയർ ചെയ്യുക. അതൊരൊറ്റ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാമല്ലോ. മാത്സ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പം ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും എൻട്രൻസുകൾ എഴുതാം, നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടും. അതൊന്നും മോശമല്ല, അതൊക്കെ വളരെ കുറച്ച് കുട്ടികൾ പോണ ഫീൽഡായിരിക്കും. അങ്ങനെയല്ല നമ്മളെ നീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ കോമ്പറ്റീഷനുണ്ട്. മാത്രമല്ല അത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ PG ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളാണ്. നമുക്കൊരു അതൊരു കുട്ടീൻ്റെ എയിം അനുസരിച്ചാണ്, എത്ര പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ നീറ്റ് എഴുതണോ അല്ലെങ്കിൽ മറ്റുള്ള നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ എന്നുള്ളത്. അപ്പോൾ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യണം എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ കൂടെ നമ്മൾ ഡെപ്തായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട്, പിന്നെ നമ്മൾ അതിനെ പറ്റി ഒരു എൻക്വയറി നടത്തണം. ഏതെല്ലാം സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള എൻട്രൻസുകൾ കൊടുക്കുന്നുണ്ട്, അപ്പം അവരുടെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അത് കോഴ്സ് കഴിഞ്ഞാൽ എന്താണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ 1 വർഷം ഇരുന്നോ ഇനി നീറ്റ് ചെയ്തോ ഡോക്ടറായിക്കോ, അങ്ങനെയല്ല. അത് ഡോക്ടർ ആവാന്നുള്ള പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് എത്രത്തോളം ഒരു ഡിഗ്രി അതുള്ള PG അങ്ങനെ എന്തെല്ലാം അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം എടുക്കണം എന്നുള്ള കൂടി ധാരണ നമുക്ക് വേണം. അങ്ങനെ ഒരുപാട് പെട്ടുപോയ കുട്ടികളുണ്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ മറ്റുള്ള എൻട്രൻസുകളെ പറ്റിയെല്ലാം ഞാനിങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പം ഇത് കുട്ടികൾ ശ്രദ്ധിക്കണം. പ്രിപ്പറേഷൻ നല്ലതാണ്, പക്ഷേ അത് ഇന്ന സ്പെസിഫിക് ആവരുത്. നീറ്റ് അല്ലെങ്കിൽ മാത്രം. മറ്റുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിച്ച് നോക്കണം. ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നീറ്റ് ചെയ്യുന്നതിലപ്പുറം ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മിഷാലിൻ്റെ മനസ്സിലായത് എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ പഠിക്കണം എന്നുള്ളത്. ഏത് കോഴ്സ് പഠിക്കണം എന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ളത്. അത് ശരിയാണോ? കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളത് വലിയൊരു പ്രധാന ഘടകമാണ്. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഒരു റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പല കമ്പനികളും അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകൾ എൻ്റെ ഞാൻ ചില സ്റ്റാഫുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അവർക്ക് UK എല്ലാം പോകണമെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വളരെ ഡിലേ ആവുക, 1 ഇയർ 2 ഇയർ ഡിലേ ആവുക. പക്ഷേ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒപ്പമുള്ള ഒരാളതൊക്കെ പെട്ടെന്ന് 1 മന്ത് 2 മന്തിലെല്ലാം പ്രോസസ്സായി പോകുന്നുണ്ട്. അത് നമുക്കുള്ളൊരു റെക്കഗ്നിഷനാണ്. നമ്മളെ ടാഗ് അതെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും. ഇപ്പോൾ ഡിഗ്രി ആയാലും PG ആയാലും, അറ്റ്ലീസ്റ്റ് ഡിഗ്രിയെങ്കിലും നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ജോബാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല റാങ്കിങ് എല്ലാം നാഷണൽ വാല്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് അതിനനുസരിച്ച് മാറും. നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല മുന്നോട്ടുള്ള ജേണി. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഫ്രഷ്ലി സ്റ്റാർട്ടേഴ്സിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണ്? ഇപ്പോൾ നമ്മൾ സയൻസിൽ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പറ്റുകയാണെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. അങ്ങനെ പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് സയൻസ് ഡെപ്തിൽ പഠിക്കുക. ഞാൻ ഡെപ്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യണം, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഇത് മതി, നല്ല ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഗൈഡുകളുണ്ട്, നമ്മൾ MTG, അരിഹന്ത്, ഒരുപാട് ഗൈഡുകളുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അപ്പം നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും സ്കൂളിൽ അങ്ങനെ ആയിക്കോണമെന്നില്ല. പിന്നെ ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും ഒരുപാട് ക്വസ്റ്റ്യൻ എല്ലാം സൊല്യൂഷൻ എല്ലാം ഉണ്ട്. അപ്പം സയൻസ് പഠിക്കുമ്പം ഇപ്പം അലോങ് വിത്ത് +1 +2 തന്നെ നമ്മൾ ചെയ്യണം. പക്ഷേ +2 കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അളവ് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റാങ്ക് എൻട്രൻസുകളിൽ കിട്ടും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ എന്നും അങ്ങനെ ഇപ്പം ഇന്ന് 50 ആണെങ്കിൽ നാളെ 100, അങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എൻട്രൻസുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.